നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 27 വാക്യത്തിൽ നിന്നായിരുന്നല്ലോ. 26 വാക്യം വരെ നമ്മൾ ചിന്തിച്ചു. ഇനി 27 വാക്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 27 വാക്യത്തിൽ, അതായത് 26 വാക്യത്തിൽ നമ്മൾ സംസാരിച്ചു, ആകയാൽ മരുഭൂമിയിലുണ്ട് എന്ന് പറയുമ്പോൾ പുറപ്പെടരുത്, ഇത് അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. 27 വാക്യത്തിൽ പറഞ്ഞു, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, മിന്നൽ കിഴക്ക് നിന്നും പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും എന്നാണ് അവിടെ കാണുന്നത്. അപ്പം അടുത്ത വാക്യത്തിൽ 28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും. ശവമുള്ളിടത്ത് എന്താണ്? കഴുക്കൽ കൂടും എന്നാണ് അവിടെ പറയുന്നത്. ഈ കഴുക്കൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, കള്ളപ്രവാചകന്മാരെയും കള്ളക്രിസ്തുക്കളെയും കുറിച്ചുള്ള കുറിച്ചുള്ള തന്റെ മുന്നറിയിപ്പിന് ശേഷമാണ് ഈ കഴുകുകൾ വരും എന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്, അല്ലെ? കഴുക്കുകൾ കൂടുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം അത് 24 മുതൽ 26 വരെയുള്ള കാര്യങ്ങളിൽ കള്ളപ്രവാചകന്മാർ വന്നു, കള്ളക്രിസ്തുക്കൾ വന്നു. അതിനുശേഷം അതുകൊണ്ട് ഒരു ജാതിയോ ഒരു സമൂഹമോ ഒരു സഭയോ നിർജീവമായി കഴിയുമ്പോൾ ശരീരത്തിന്മേൽ പറന്നിറങ്ങുന്ന കഴുകന്മാരെ പോലെയാണവർ എന്ന സൂചന നൽകുവാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ദൈവം അയച്ചിട്ടുള്ള ഒരു രാജ്യത്തിന്മേൽ യുദ്ധത്തിനായി വരുന്ന ഭൂമിയിലെ മറ്റു രാജാക്കന്മാരെ ആകാം അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. യെശയ്യാവിന്റെ പുസ്തകം 46 അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 46:11 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവ് 46:11, 46 അധ്യായം അതിന്റെ 11 വാക്യം. 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ കിഴക്ക് നിന്നും ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരദേശത്തു നിന്നും എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന ഒരു പുരുഷനെ തന്നെ വിളിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും എന്ന് അവിടെ പറയുന്നു. എസെക്കിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, എസെക്കിയേലിന്റെ പുസ്തകം 39:4 നമ്മൾ വായിക്കുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 39:4, 4 വാക്യത്തിൽ, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുകു മുതലായ പറവയൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കർത്താവിന്റെ മടങ്ങിവരവിൽ ഭൂമിയിലുള്ള സൈന്യങ്ങളുടെ നാശത്തെയും അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ വെളിപ്പാട് പുസ്തകം 19 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19 അധ്യായം 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു, ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെയും മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് പ്രിയ സഹോദരങ്ങളെ. അപ്പൊ എന്താണ്? ശവമുള്ളിടത്ത് കഴുക്കൽ കൂടും എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പൊ കർത്താവ് ആരെയോ നിയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെ മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവീനെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരു കാഴ്ച അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 29 വാക്യത്തിലേക്ക് വരുമ്പോൾ, അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും,
സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്നും വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പൊ കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് അക്കാലത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അക്കാലത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്? അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടൻ തന്നെ, വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, അക്കാലത്തിലെ കഷ്ടം, അല്ലേ? അക്കാലത്തിലെ കഷ്ടം കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ സംഭവിക്കുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്നതാണ് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും. അപ്പൊ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന വലിയ കഷ്ടം, അതായത് AD 70 ഉണ്ടായതല്ല എന്നുള്ളതാണ്. പ്രത്യുത ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ വരുവാനിരിക്കുന്ന ഒന്നാണെന്ന് താഴെയുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അടയാളങ്ങളൊക്കെ നടക്കുന്ന വലിയ കഷ്ടത്തിന് തൊട്ട് പിന്നാലെയും, എന്നാൽ വലുതും ഭയങ്കരവുമായ യഹോവയുടെ നാളിന് മുമ്പും, അത് ദൈവം ഭൂമിയെ ദുഷ്ടത മൂലം ശിക്ഷിപ്പാൻ എഴുന്നേൽക്കുന്ന സമയമായിരിക്കുമെന്നും, അതായത് വലിയ കഷ്ടവും, അതായത് സാത്താനാലും ദുഷ്ടന്മാരാലും സംഭവിക്കുന്നത്, ലോകത്തിൽ ദൈവത്തിന്റെ ഉഗ്രകോപം ചൊരിയുന്ന നാളും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് പ്രവചന പ്രഖ്യാപനത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം ഇതാണ്. അതായത് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതുക, ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, രക്തവും തീയും പുകയാവിയും തന്നെ. 20-ാമത്തെ വാക്യത്തിൽ, കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ 21-ാമത്തെ വാക്യത്തിൽ, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം അപേക്ഷിക്കുന്നവനെ രക്ഷപ്പെടത്തുള്ളൂ. വേറെ ആരും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഇന്ന് കേൾക്കുന്നത് അലർജിയായി തുടങ്ങിയിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം എടുത്തു കളയുവാൻ ആഗ്രഹിക്കുന്നു. തൃത്വമെന്നും ത്രിയേകമെന്ന് പറയുന്ന നാമങ്ങൾ കൊണ്ടുവന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പരിഹാസികളും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു വരുന്ന പ്രിയ സഹോദരങ്ങളെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനുമേ രക്ഷപ്പെടത്തുള്ളൂ, അല്ലാത്തവർ രക്ഷപ്പെടാൻ പറ്റുകയില്ല. കാരണം സകല നാമത്തിലും മേലായ നാമമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നവനൊന്നും ഒരു തരത്തിലും കർത്താവിന്റെ രാജ്യത്തേക്ക് പ്രവേശിക്കത്തില്ല എന്ന് വളരെ ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. ഈ വാക്യങ്ങളെല്ലാം അത് എടുത്തെടുത്ത് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 6-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പട പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അതിവർഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ നിന്ന് വീണു എന്നും 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന, പുസ്തക ചുരുട്ടം പോലെ ആകാശം മാറിപ്പോയി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ നാളിന്റെ പ്രഖ്യാപനം നമുക്കവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ 1 തെസ്സലോനിക്കർ 5:2 നമ്മൾ വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്കർ 5:2 നമ്മൾ വായിക്കുകയാണ്. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങളെ തന്നെ
നന്നായി അറിയുന്നുവല്ലോ. അപ്പൊ കള്ളം വരുന്നത് ആരോടും പറഞ്ഞിച്ചല്ല, അല്ലേ? കള്ളം മോഷ്ടിക്കാനും കക്കാനും ഒക്കെയാണ് വരുന്നത്. ആരോടും പറഞ്ഞേച്ചല്ല വരുന്നത്. അവൻ വന്നു, അവൻ മോഷ്ടിച്ചിട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും, അല്ലെങ്കിൽ വിജയിക്കും, അല്ലെങ്കിൽ അവൻ പരാജയപ്പെടും. അപ്പൊ അതെല്ലാം ചെയ്തിട്ട് അവൻ പോകത്തുള്ളൂ. അതാണ് കള്ളൻ എന്ന് പറയുന്നത്. പക്ഷെ കർത്താവിന്റെ വരവിനെ കുറിച്ചും ഇവിടെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് കള്ളനോട്. കാരണം പല ആളുകളും പല വർഷങ്ങളായി കർത്താവായ യേശുക്രിസ്തു ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന പരിഹാസികൾ ഇന്ന് ഈ ലോകത്തിൽ കൂടി വരികയാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു പാഠമായിട്ടായിരിക്കും കർത്താവിന്റെ വരവ്. കാരണം അവൻ വരുന്നത് ആരെ അറിയിച്ചിട്ടല്ല, അവൻ വരുന്നത് കള്ളനെ പോലെ എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. എന്ന് പറഞ്ഞ് കർത്താവ് കള്ളനല്ല, ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതൊരു ഉദാഹരണമായി അവിടെ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. കർത്താവിന്റെ വരവ് ആരോടും മിണ്ടത്തില്ല. വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്നവൻ രക്ഷപ്പെട്ടു പോണം, അതുദ്ദേശിച്ചാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ശ്രദ്ധേയമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. വലിയ കഷ്ടത്തിന് ശേഷം, എന്നാൽ യഹോവയുടെ നാളിന് മുമ്പായും ഇത് സംഭവിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പം സഭയെ ചേർക്കുവാനാണ് കർത്താവ് ആദ്യമായി വരുന്നത്, അല്ലേ? ഈ പറയുന്ന കഷ്ടങ്ങളിലൊന്നും സഭ കിടക്കത്തില്ല എന്നുള്ളത് കാര്യമാണ്. അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും ഒരിക്കൽ നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, നക്ഷത്രങ്ങൾ ആകാശം വീഴും, ആകാശ ശക്തികൾ ഇളകിപ്പോകുമെന്നും അവിടെ എഴുതിയിരിക്കുന്നു. 10ാമത്തെ വാക്യത്തിൽ, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ടും മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങൾ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. എന്താണ്? അപ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത് മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങൾ മഹാശക്തിയോടും കൂടി, അല്ലേ? കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയണം മേഘങ്ങളിൽ. അതായത് 26-ന്റെ 24 നമ്മൾ വായിക്കും. മത്തായിയുടെ സുവിശേഷം 26-ന്റെ 24 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 26-ന്റെ 24 നമ്മൾ കാണുന്നു. 24-ാമത്തെ, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് കഷ്ടം എന്ന് അവിടെ കാണുന്നു. അപ്പൊ 26 അത് യൂദയോടുള്ള ലേഖനത്തിലാണ് അത് പറയുന്നത്. ഇനി 64-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവനോട്, ഞാൻ ആകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നു, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു, അല്ലെ? യേശു അവനോട് പറയുകയാണ്, ഞാനാകുന്നു ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പം ദൈവം എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യമാണ് ചിലരുടെ ചിന്ത. ചിലരുടെ രണ്ടാമത്തെ ആളാണ് ഈ വലതുഭാഗത്തിരുന്ന് തന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പല ആളുകളുടെയും അഭിപ്രായം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനായ ദൈവമാണ്, അല്ലെ? അവന് എന്താ പറയുക, അവന് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരാം എന്നുള്ള കാര്യം വളരെ വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്, അല്ലെ? അവൻ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരാം. അപ്പൊ വലതു ഭാഗം എന്ന് പറയുന്നത് അവന്റെ കരുണയുടെ കരത്തെയാണ് വലതു ഭാഗം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ദൈവത്തിന് വലതു കരവുമുണ്ട്, ഇടത് കരവുമുണ്ട്. അപ്പൊ ഇടത് കരം അവൻ നീട്ടുന്നത് എന്തിനാണ്? നശിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇടത് കരം അവൻ നീട്ടുന്നത്. കാരണം ഇടത് കരം എന്ത് ചെയ്യുന്നത്? ശിക്ഷിക്കുവാൻ വേണ്ടിയുള്ള കരമായിട്ടാണ് ഇടത് ഭാഗത്തെ നമുക്ക് കുറികൊള്ളുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വലതു ഭാഗം, അല്ലേ,
അപ്പോ നമ്മളത് വായിക്കുമ്പോൾ 25 അധ്യായം, മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടും സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അപ്പൊ നമ്മുടെ ദൈവത്തിന് രണ്ട് ഭാഗമായി നിർത്തും എന്ന് പറയുന്നുണ്ട്. അപ്പം വലത് കരം എന്ന് പറയുന്ന അവന്റെ കരുണയുടെ കരവും, ഇടത് കരം എന്ന് പറയുന്നത് അവൻ എന്ത് ചെയ്ത് ആർക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്? തിന്മ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് അവന്റെ ഇടത് കരം അവർക്കെതിരായി ചലിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇടത് കരം. വലത് കരം അവന്റെ കരുണയുടെ കരമാണെങ്കിൽ ഇടത് കരം അവൻ ശിക്ഷിക്കുന്ന കരമായി നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകൾ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. അപ്പോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവത്തിന്റെ വലത് കരം കരുണയുടെ കരമാണ്. ആ കരത്തിൽ നിൽക്കുന്നവനെ രക്ഷയുള്ളൂ. ഇടത് കരത്തിൽ നിൽക്കുന്നവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നെന്നുള്ള കാര്യം, അല്ലെ? വലത് ഭാഗത്ത് നിൽക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീ എന്ന് പറയും, അല്ലെ? അപ്പോ ഇടത് ഭാഗത്ത് നിൽക്കുന്നവർ എവിടേക്കായിരിക്കും പോകുക? നരകത്തിലേക്കായിരിക്കാൻ പോവുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനുഷ്യത്വ കരം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? കരുണയുടെ കരമാണ് വലത്തേ കരം എന്ന് പറയുന്നത്, വലത്തേ ഭാഗം, അല്ലെ? ഇത് പക്ഷാപാതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ എവിടെയാണ്? നമ്മൾ ദൈവത്തിന്റെ വലത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് ഓർക്കുക. അതാണ് വലതു ഭാഗത്ത് പക്ഷാപാതം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇടത് ഭാഗത്തേക്കുള്ളവർ എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിന്റെ വാതിലിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം കർത്താവിന്റെ വലത് കരവും ഇടത് കരവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയും കൂടിയാണ്. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വ്യക്തിത്വമല്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമാണ്. ദൈവം മനുഷ്യനായി നിന്ന് ആ കരുണയുടെ കരം നമുക്കായി ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് അത് കുറിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അവിടെ വലത് കരം, അല്ലെ? വലത് ഭാഗം. അപ്പൊ ദൈവത്തിന് വലത് ഭാഗവും ഉണ്ട്, ഇടത് ഭാഗം ആർക്ക് വേണ്ടിയുള്ളതാണ്? അത് സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാട് കോലയാടുകൾ തമ്മിൽ വേർതിരിക്കുന്ന പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ കരുണയുടെ കരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആരാണ് വലത് ഭാഗത്ത്. ആ വലത് കരമാണ് നമുക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുന്നത്. ആ കരം നമുക്കായി മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? ആ വലത് കരം നമുക്കായി മനുഷ്യനായി പ്രവർത്തിക്കുന്നു, നമ്മളെ വീണ്ടെടുക്കുവാനായി. അപ്പോ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ആത്മാവായ ദൈവമാണ്. ആ ദൈവം മനുഷ്യനായി വെളിപ്പെടുമ്പോൾ അവന്റെ വലത് കരം നമുക്കായി നീട്ടിയിരിക്കുകയാണ്. രക്ഷയുടെ കരം, ദൈവത്തിന്റെ രക്ഷയുടെ കരം, അത് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ വലത് കരം അനീതിയുടെ കരം, അല്ലേ? അപ്പൊ അനീതി ചെയ്യുന്നവരെല്ലാം തന്റെ ഇടത് ഭാഗത്ത് നിൽക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഗോത്രങ്ങളും പ്രലോഭിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിന് മേഘങ്ങളിൽ വരും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ദാനിയേൽ 7-ന്റെ 13 നമ്മൾ വായിക്കുന്നു. 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം.
13-ാമത്തെ വാക്യത്തിൽ എഴുതുക, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളിലൂടെ വരുന്നത് കണ്ടു. അപ്പൊ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ പലവട്ടമായി ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നമ്മൾ വായിച്ചത്. 1 തെസ്സലോനിക്കർ 4:17 നമ്മൾ വായിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:17 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അപ്പൊ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? സന്തോഷിക്കുവാനായിട്ട് എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ എന്നും അവിടെ പറയുന്നു. അപ്പൊ വെളിപ്പാട് 1:7 കാണുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചു വരും, അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, അല്ലേ? ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് അവന്റെ 1-ാം വരവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. തന്റെ മഹത്വം വെടിഞ്ഞ് സൗമ്യതയുള്ളവനായി നിസ്സഹായകനെ പോലെ കാണപ്പെടും വിധമായിരിക്കും എന്ന് അവൻ വരുന്നതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. അപ്പൊ ഫിലിപ്പിയരുടെ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, ക്രിസ്തയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പൊ വളരെ വ്യക്തമായിട്ട് അവിടെ ഒരു കാര്യം എഴുതിയിരിക്കുകയാണ്. അപ്പം പല ആളുകളും സമതുല്യരാക്കാൻ പോവാണ്. കാരണം ഈ ദൈവത്തെ കർത്താവിനെയും തമ്മിൽ 2 വ്യക്തികളാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. സമതുല്യരാക്കുവാനുള്ള ശ്രമമാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ദൈവമാണ് എന്നുള്ള ആ ഒരു ഭാഗം താൻ ഓർക്കാതെ വേഷത്തിൽ മനുഷ്യനായി എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദാസരൂപം എടുക്കുകയായിരുന്നു, വേഷത്തിൽ മനുഷ്യനായി. എന്താണ് മനുഷ്യനായിട്ട് വിളങ്ങുകയാണ്. ദൈവം മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ അവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വെളിപ്പെടുകയായിരുന്നു, അല്ലെ? തന്റെ കരുണയുടെ കരം, അല്ലെ? അതായത് യെശയ്യാവിലൊരു വാക്യമുണ്ട്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, അല്ലെ? യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോ അവിടെയുണ്ട് ആ ഭുജത്തെ കുറിച്ച്. ആ ഭുജം ആർക്ക് വെളിപ്പെട്ടു? യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ, യെശയ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ അവിടെയുണ്ട്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അതെ, 53-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, എന്നാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടും, ത്യജിക്കപ്പെടും, വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു, നാം ഓരോരുത്തരും
താൻ താന്റെ വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി. വായ് തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതെയിരുന്നു എന്നും അവിടെ നമ്മൾ വായിക്കുന്നു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡനങ്ങൾ അല്ലെങ്കിൽ കഷ്ടങ്ങളെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അപ്പൊ ദൈവത്തിന്റെ മനുഷ്യനായി നിന്നുകൊണ്ട് ആ കരം വെളിപ്പെടുന്നു, അല്ലേ? കാരണം ദൈവം സർവ പ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് അറിവില്ലാത്തവർ പറയും രണ്ടാമത്തെ വ്യക്തിത്വമാണ് വന്നതെന്ന്. ഒരിക്കലുമല്ല. ആ ദൈവത്തിന് എന്താണ്? ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. രണ്ട് തലങ്ങൾ ദൈവത്തിനുണ്ട് എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, അല്ലെ? യഹോവയുടെ ഭുജം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ രണ്ടാമനല്ല, അല്ലെങ്കിൽ മൂന്നാമനല്ല വന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ത്രിയേകം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് എല്ലാം രണ്ടാമത്തെ ആളായിട്ട് മാത്രമേ ഇതൊക്കെ തിരിയത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്, അല്ലെ? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ പറഞ്ഞിരുന്നത് രണ്ടാമത്തെ വ്യക്തിത്വം ഇറങ്ങി വരുന്നു എന്നവിടെ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ വ്യക്തിത്വം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ദൈവം തന്നെ എന്ത് ചെയ്യുന്നില്ല, മുറിക്കാൻ ആഗ്രഹിക്കുന്നില്ല തന്റെ രണ്ടാമത്തെ വ്യക്തിത്വമാണെന്ന് ദൈവം തന്നെ പറയാത്തിടത്തോളം കാലം ഇവിടെ മനുഷ്യരുണ്ടാക്കിയാണ് രണ്ടുപേരുണ്ട്. വളരെ തെറ്റായ ഒരു പ്രസ്താവനയല്ലയോ അവിടെ നടത്തുന്നു, അല്ലെ? അപ്പം കർത്താവിന്റെ രണ്ടാം വരവ് വളരെ തേജസ്സോടെ ആയിരിക്കും, അല്ലെ? ഒന്നാം വരവിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും. തന്റെ മഹത്വം വെടിഞ്ഞ് സൗമ്യതയുള്ള നിസ്സായനെ പോലെ കാണപ്പെടും വിധമായിരുന്നു അന്ന് അവൻ വന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പം ദൈവം സ്വർഗീയ സുഖങ്ങൾ വെടിഞ്ഞാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് വ്യക്തമാക്കുന്നത്. അപ്പോ ആ ഒരു വരവല്ല ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്, അല്ലെ? പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഭൂമിയിൽ ജീവിച്ചതുപോലെ അവൻ ഇനി വരും എന്നുള്ളതാണ് പലരുടെയും ചിന്ത. അങ്ങനെയല്ല. അവൻ സകല മഹത്വത്തോടുമായിരിക്കും അവൻ ഇനി വരാൻ പോകുന്നത് എന്നുള്ള സത്യം മറന്നു പോകരുത് എന്നുള്ള കാര്യമാണ്. മഹാശക്തിയോടും തേജസ്സോടെ വരുന്നത് കാണും. 31-ാമത്തെ വാക്യത്തിൽ അവൻ തന്റെ ദൂതന്മാരെ കാഹളധ്വനിയോടും കൂടെ അയക്കും. അവൻ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ ആറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ആൾ വരുമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. രണ്ടാമത്തെ ആൾക്കാരാണ് വരുന്നെന്ന് തൃത്വമാണ് നമ്മളെ പഠിപ്പിച്ചത്, ത്രിയേകത്വമാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ പല ആളുകളുടെയും സൃഷ്ടിയാണ്. കാരണം രണ്ടാമത്തെ വ്യക്തിത്വമാണ് വരുന്നെന്ന്. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ആ ഭുജം എന്താണെന്ന് മനസ്സിലാക്കി ആ കർത്താവിനെ ആരാധിച്ചു പോകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.